കൊറോണൻ്റെ സമയത്തായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തത്, UAE ഡ്രൈവിംഗ് ലൈസൻസിന്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ തിയറി പാസ്സായി, പിന്നെ പാർക്കിംഗ് പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി, പിന്നെ കച്ച അതായത് അസസ്മെൻറ്റ് അതും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അതിനുശേഷം ഫൈനലായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ടായത്. ഫൈനൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്ന് ഞാൻ ഫയലായത് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആയിരുന്നു. പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈൻ ടച്ചായി, അങ്ങനെ ഞാൻ ഫയലായി. പിന്നെ നാട്ടിൽ പോകാനുള്ള ഒരാഴ്ച മുമ്പ് വീണ്ടും ഞാനൊരു ടെസ്റ്റ് എടുത്തു. അന്നും, അതായത് നാളെയാണ് ഞാൻ നാട്ടിൽ പോകുന്നതെങ്കിൽ ഇന്ന് ടെസ്റ്റ് എടുത്തു. ആ ടെസ്റ്റിൽ ഞാൻ ഫയലായത് സ്ലോ ഡ്രൈവിംഗ് ആയതുകൊണ്ടാണ്, വേറെ കാരണങ്ങളൊന്നുമല്ല, സ്ലോ ഡ്രൈവിംഗ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ UAE ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ നല്ല കോൺഫിഡൻറ്റോടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ തന്നെ സ്പീഡ് മാക്സിമം, ഇപ്പോൾ നോർമലി ഒരു റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 km/h നമുക്ക് ഓടിക്കാൻ സാധിക്കും നോർമലി. അതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട സ്പീഡ് എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ കൂടുതലുള്ള റോഡുകളിൽ നമ്മെ കൊണ്ടുപോവുകയില്ല. അപ്പോൾ വളരെ സ്ലോ ആയി, പ്രത്യേകിച്ച് ആ സമയത്ത് ട്രാഫിക്കൊക്കെ ഉള്ള ഏരിയയിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ഇടുന്നത്. ആ സമയത്ത് വളരെ സ്ലോ ആയി ഓടിച്ചു. കാരണം ആ സമയത്ത് ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഓടിച്ചത്. അപ്പോൾ സ്ലോ എന്ന നിലക്കാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ കൊറോണ ആയതുകൊണ്ട് നാട്ടിൽ 7 മാസം സ്റ്റക്കായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി, ട്രെയിനിങ്ങിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഫയൽ. ഇനി അഥവാ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 100 കൊടുത്ത് ഐ ടെസ്റ്റ് ചെയ്യണം, 200 കൊടുത്ത് ഫയൽ അപ്ഡേഷൻ ചെയ്ത ശേഷം പിന്നെയാണ് നമ്മൾ വീണ്ടും ടെസ്റ്റ് എടുക്കുന്നത്. ടെസ്റ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 300 ആണ്, ക്ലാസ്സിന് 300 ആകും. അങ്ങനെ ടോട്ടൽ 900 ആയിരിക്കും നമ്മൾ 6 മാസത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം, നമ്മൾ പേ ചെയ്യേണ്ട ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് വന്നു. 1 കൊല്ലം വരെ വെയിറ്റ് ചെയ്തു, പുതിയ ID ഒക്കെ അടിച്ചു, പഴയ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ പുതിയ ID ഒക്കെ ഉണ്ടായ ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തു. 1000 അതായത് 900 ദിർഹംസ് കൊടുത്ത് വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തു. പിന്നെ അത് കാരണം എന്താ പറഞ്ഞാൽ 1 വർഷം നീണ്ട ഇടവേള ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ മറക്കും. അത് ഡ്രൈവിങ്ങിൻ്റെ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, സിഗ്നലൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ സംഭവം, അതായത് നമ്മൾ റൈറ്റ് ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് വളരെ ചെറിയ ചെറിയ പോയിൻ്റുകൾ പോലും മിസ്സായാൽ പ്രശ്നമാണ്. അപ്പോൾ 1 കൊല്ലത്തിന് ശേഷം ഞാനങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് മറന്നതോ ആവാം. പിന്നീടുള്ള 1-2 ടെസ്റ്റിൽ ഞാൻ ഫയലായി. ആ 2 ടെസ്റ്റും ഞാൻ 1 ഇയർ ഇടവിട്ട് എടുത്തതാണ്. ആ 2ലും ഫയലാകുകയാണ് ചെയ്തത്. ടോട്ടൽ 4 ടെസ്റ്റിലാണ് ഞാൻ ഫയലായത്. 5ാമത്തെ ടെസ്റ്റിൽ ലൈസൻസ് കിട്ടി, അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് UAE-യിൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ലൈസൻസ് കിട്ടിയ ശേഷം വളരെ സന്തോഷമാണ്. പക്ഷേ ഇപ്പോൾ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് 6 തവണ 8 തവണ ഒക്കെ കച്ച ഫൈൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈസൻസിന് കൊടുക്കുന്ന സമയത്ത് കൃത്യമായ ക്ലാസ് എടുത്തുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കുള്ള എല്ലാ ഡൗട്ടുകളും സംശയങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് എടുക്കേണ്ടതാണ്. കാരണം നമ്മൾ ലൈസൻസ് വെറുതെ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. അമ്മാതിരി ഫൈനായിരിക്കും നമുക്ക് കിട്ടൽ. കൃത്യമായി ഓട്ടാൻ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫൈന് ഒരു വലിയ എമൗണ്ട് തന്നെ ഫൈന് വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സുഹൃത്തിന് റെഡ് ക്രോസ് ചെയ്തതിൻ്റെ പേരിൽ 6000 ദിർഹംസാണ്, നാട്ടിലത്തെ 1 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ടാണ് ഫൈൻ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ റെഡ് ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ഫൈനിൻ്റെ വലിയൊരു സംഭവം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് സിഗ്നൽസ്. അത് നല്ലൊരു ഫൈന് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. സാധാരണ ഓവർ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പാർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫൈന് വരുന്നത് ചിലപ്പോൾ 400, 300, 100 ആ ഒരു റേഞ്ചിലായിരിക്കും.
പക്ഷേ ഇതുപോലുള്ള സിഗ്നൽ ക്രോസ് ചെയ്താലുള്ള ഫൈൻ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. ചില ഏരിയകളിൽ അത് 50,000, നാട്ടിലെ 10 ലക്ഷം 12 ലക്ഷം ഒക്കെ വരുന്ന വലിയൊരു എമൗണ്ട് ചാർജ് വരുന്ന പാർക്കിംഗ് സിഗ്നലുകൾ ഉണ്ട്. പാർക്കിംഗ് സിഗ്നലല്ല, സിഗ്നലുകളുണ്ട്. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും, വലിയൊരു ആഘാതം തന്നെയായിരിക്കും സാധാരണക്കാരായ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. പിന്നെ വരുന്നത് പാർക്കിംഗ് ആണ്. അതായത് ഫൈനൽ ടെസ്റ്റാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്നത്. ഫൈനൽ ടെസ്റ്റിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അവസാനം നമ്മുടെ എക്സാമിനർ പാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഏത് പാർക്കിംഗ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അവർ കാണിക്കുന്ന പാർക്കിംഗ് ഏതാണെന്ന് ആദ്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ 90 ഡിഗ്രി ആയിരിക്കാം, ചിലപ്പോൾ 60 ഡിഗ്രി ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇൻസ്ട്രക്ടർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് 90 ഡിഗ്രിയാണ് ചെയ്യേണ്ടതെങ്കിൽ ഏത് ലൈൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ പേടി കാരണം ചിലപ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അധികവും ഞാൻ ഫൈലായിട്ടുള്ളത് പാർക്കിങ്ങിൻ്റെ ടൈമിലാണ്. അതായത് പാർക്കിങ്ങിൻ്റെ ലൈൻ ടച്ച് ആവുകയാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി പെട്ടെന്ന് 60 ഡിഗ്രി ആയെന്നൊക്കെ പെട്ടെന്ന് ഒരു വെപ്രാളത്തിൽ ചിന്തിച്ച് നമ്മുടെ ആ ഒരു ടെക്നിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അതായത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റ് മാറിയാൽ തന്നെ നമുക്ക് ആ ഒരു കൈവിട്ടു പോകും. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 600 ആണ് അടുത്ത ഒരു ടെസ്റ്റിനും ക്ലാസ്സിനും കൂടി നമുക്ക് ഉണ്ടാകുന്നത്. കൂടുതലും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം നമ്മൾ ക്ലാസ്സിന് പോകാതിരുന്നാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ മറക്കുകയും കുറേ തിയോറിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ മറന്നു പോവുകയും അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെന്ന് പറയുന്നത് നമ്മുടെ വലതുഭാഗത്തിരിക്കുന്നത് എക്സാമിനർ ഉണ്ടാവും. അപ്പോൾ അവർ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. പോലീസൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ പേടി ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം നമ്മൾ വളരെ നന്നായി ഡ്രൈവിംഗ് ചെയ്താൽ പോലും പേടി കാരണം നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നല്ല ഡ്രൈവറായിരിക്കും, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നൊരവസ്ഥ പേടി കാരണം ഉണ്ടാകാറുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്, എങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്യാം, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ മിഡിൽ ഗ്ലാസ്, സെൻട്രൽ ഗ്ലാസ്, സൈഡ് ഗ്ലാസ്, ഷോൾഡർ ചെക്കിങ്, ഈ 3 കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ മാത്രമേ ആ ഡ്രൈവിംഗ് പാസ്സാവുകയുള്ളൂ. അതുപോലെ തന്നെ റൗണ്ട് ബോർഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് നമ്മൾ ടേൺ ആവുകയാണെങ്കിൽ, അതായത് തേർഡ് എക്സിറ്റ് ലെഫ്റ്റ്, റൗണ്ട് ബോർഡിൽ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലെഫ്റ്റ് ട്രാക്കാണ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ട്രാക്കാണ് കീപ്പ് ചെയ്യേണ്ടത്. സ്ട്രൈറ്റും റൈറ്റുമാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് സെക്കൻഡ് ട്രാക്ക് കീപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എക്സാം ടൈമിൽ അങ്ങനെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഫൈലാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു റൗണ്ട് ബോർഡിൽ നിന്ന് യൂ ടേൺ എടുക്കുകയാണെങ്കിലും ലെഫ്റ്റ് ട്രാക്കാണ് പിടിക്കേണ്ടത്. അങ്ങനെ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് നമ്മൾ യൂ ടേൺ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രാക്കിൽ നിന്നും, അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്നും ഫസ്റ്റ് ട്രാക്കാണ് പിടിക്കുന്നത്. അതുവഴി നമ്മൾ റൗണ്ട് ബോർഡിൻ്റെ ഫസ്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്ത് ഏത് ലൈനിലേക്കാണ് നമ്മൾ ചേഞ്ച് ആവേണ്ടത് ആ ലൈനിൻ്റെ ഫസ്റ്റ് ട്രാക്കാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയ ഉടനെ തന്നെ നമ്മൾ ആ ട്രാക്ക് ചേഞ്ചായി, കാരണം അത് ഓവർടേക്കിംഗ് ട്രാക്കാണ്, അതിൽ കണ്ടിന്യൂ ആയി നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ട്രാക്കിൽ നിന്നും നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് കയറിയ ഉടനെ തന്നെ പോസിബിൾ ആകുന്ന സമയത്ത് ചേഞ്ച് ആകേണ്ടതുണ്ട്. ചേഞ്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ഫീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോർമലി ഒരു 5,000 ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ പോകുന്ന സമയത്തുള്ളത് അതൊക്കെ കൂടുന്ന സമയത്ത് ഒരു എമൗണ്ട് ആവുക കുറച്ചും കൂടി കൂടും. ഇനി അഥവാ നമ്മൾ ഫൈലാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് 5 ക്ലാസ് ആയിരിക്കും കൂടുതലും അവർ എഴുതി തരാനുള്ളത്. അപ്പോൾ വീണ്ടും 5 ക്ലാസ് എടുക്കാൻ 300 ദിർഹമാണ് ആകുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റിന് 300 ആകും. നമ്മൾ 6 മാസം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ ഫയൽ എക്സ്പയർ ആകുകയാണെങ്കിൽ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യാൻ 300 ദിർഹം. ഐ ടെസ്റ്റ് 6 മാസത്തിനുള്ളിൽ ചെയ്യണം. 6 മാസം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 6 മാസത്തിൽ ഐ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ, അതായത്
ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയി ഇപ്പോൾ 5 മാസത്തിന് എടുക്കുകയാണെങ്കിൽ പിന്നെ ഐ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ടെസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ക്ലാസ്സിൻ്റെ സമയത്തൊന്നും ഐ ടെസ്റ്റ് ആവശ്യമില്ല. പിന്നെ ഐ ടെസ്റ്റ് ആവശ്യം വരുന്നത് ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഒക്കെയാണ്.